നല്ല മയക്കാറുണ്ട് അല്ലേ? മഴ പെയ്താ മതിയായിരുന്നു. ഹംസാക്ക ഒരു മിനിറ്റ് അടക്കി. അല്ല ഹംസാക്ക, ഇന്നലെ രാത്രി വീട്ടിലെന്തായിരുന്നു പരിപാടി? ആകെ ഒച്ചപ്പാടും പരിപാടി. എന്താ കുത്താറാത്തി ബന്ധം ഉണ്ടായിരുന്നു അവിടെ? അതോടെ സെഫിക്ക എന്റെ മാരിയോടെ ഒരു 10 പവന്റെ സ്വർണ്ണേ കളഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾക്ക് ഒരു നാർച്ച ഉണ്ടായിരുന്നു, കിട്ടിയാലൊരു മൊലൂത് കഴിച്ചായിരുന്നു. ആ മൊലൂതാണ് ഇപ്പൊ ഇന്നലെ കണ്ടേച്ചി. അതിന് ഹംസാക്ക എന്തിനാണ് ഈ മൈക്കും സ്പീക്കറൊക്കെ വെച്ചുകൊണ്ട് എന്തൊരു ഒച്ചപ്പാടായിരുന്നു ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നത്? നമ്മൾ ഈ മൗലൂദിന് റാത്തീബിനൊന്നും എതിരുള്ള ആളായിട്ട് പറയല്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ നട്ടപ്പാതിര നേരത്ത് എന്തിനാ നമ്മൾ മറ്റ് അന്യമതസ്ഥരെ കൊണ്ട് എന്തിനാ നമ്മൾ ഇങ്ങനെ ഈ പറയിപ്പിക്കണത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു റാത്തീബോ മൗലൂദ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്തിനാ ഈ മൈക്കും സ്പീക്കറൊക്കെ? നിങ്ങൾക്കത് വീട്ടിൽ കേൾക്കാൻ പാകത്തിന് ചൊല്ലിയാൽ പോരെ? ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ഉറങ്ങണ്ടേ? ഇവിടെ എല്ലാവരും മജ്ലിസായിട്ട് ഓരോന്ന് നടത്തുന്നില്ലേ? ഇപ്പൊ നമ്മൾ നടത്തിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയത്. അതിപ്പോ ഇവിടെ സർവ്വസാധാരണ അല്ലേ, എല്ലാ പേരിലും ഉണ്ടാവില്ല അങ്ങനത്തെ സംഗതികളൊക്കെ. നമ്മൾ നടത്തി നോക്കി. ഹംസാക്ക, ഇതിനൊക്കെ ഇപ്പൊ ഞങ്ങളോട് എന്താ മറുപടി പറയാം? വിശ്വാസം, അവനവന്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അത് നല്ലതാണ്. പക്ഷെ അത് മറ്റുള്ളവന് ഒരു ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ട് ആവരുത് എന്ന് മാത്രം, അത്രേ പറയാനുള്ളൂ.